നിലമ്പൂരിലെ ശ്രുതിലയം എന്നൊരു ബ്യൂട്ടിഫുൾ വീടാണ് കാണാൻ പോകുന്നത്. I think you guys will love this interior also. Let's go and watch. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് ഈ ഒരു ഫോമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. ആൻഡ് ഇത് ഒരു വെരി സ്പേഷ്യസ് ലിവിംഗ് ഏരിയ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഫോമൽ ലിവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. സ്റ്റെയർ കേസിന് അടിയിൽ ഇവിടെ ഒരു സ്മോൾ കോർട്ട്യാർഡ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ സ്റ്റെയർ കേസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിംഗ് സ്പേസിനോട് ചേർന്നാണ് പൂജാമുറി കൊടുത്തിട്ടുള്ളത്. സീലിംഗിലും വാളിലും വുഡൻ ടച്ച്ഡ് പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ പൂജാ റൂമിനെ വളരെയധികം അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. ഫാമിലി ലിവിംഗിനെയും ഡൈനിങ് സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമുക്ക് ലിവിംഗ് സ്പേസിലും ഡൈനിങ് സ്പേസിലും സെയിം ടൈം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ TV യൂണിറ്റിന്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആസ് പെർ ക്ലയന്റ് റിക്വസ്റ്റ് നമ്മളിവിടെ ചെറിയൊരു മിനി ബാർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. When it comes to dining area, ഒരു 6 seater capacity ഉള്ള ഒരു സിമ്പിൾ ഡൈനിങ് ഏരിയ നമുക്കിവിടെ കാണാം. ഈ ഡൈനിങ് സ്പേസിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു രീതിയിലാണ് ഇവിടുത്തെ ബേ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബേ വിൻഡോയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് സൈഡിലും ആയിട്ട് വാൾ പാനലിംഗ് കാണാം. അതൊരു വുഡൻ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു സിമ്പിൾ ഒരു വാം ഫിനിഷിൽ ഈ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദ ഹൗസ് ഈസ് ദ കിച്ചൺ. ഇതാണ് വാഷ് ഏരിയ. ഫോർമൽ ലിവിംഗിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഈ വാഷ് ഏരിയ കാണാം. സോ ഈ സ്പേസിനെ ഒരു നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഇവിടുത്തെ വാർഡ്രോബ്. ബിക്കോസ് ഈ രണ്ട് ഷട്ടറിൽ കൊടുത്തിരിക്കുന്നത് ടിൻറ്റഡ് ഗ്ലാസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഓൾസോ. നിലമ്പൂർ ആയതുകൊണ്ട് തന്നെ നിലമ്പൂരത്തേക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റെയർസ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദിസ് ഹൗസ് ഓൾസോ. ഈ വീട്ടിലെ വെരി കോസി ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. ആൻഡ് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു റിക്ലൈനേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സത്യം പറഞ്ഞ ക്യൂബെ അവരെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അവർ സ്ട്രക്ചർ ഇതാക്കിയിട്ടാണ്. പിന്നെ അവരാണ് നമ്മളെ മേപ്പിൾ ഇന്റീരിയേഴ്സിനെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ വിഷ്ണുഭായിനോട് ഞാൻ ഒറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ അങ്ങനെ ഇല്ല, അതുകൊണ്ട് നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ വീട് സെറ്റാക്കി തരിക, അത്രേ നമ്മൾ ഒരു ഇതായി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മൂപ്പരാണ് എല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ എല്ലാം സെറ്റാക്കി ഫുൾ ലൈറ്റിങ്. എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ലൈറ്റിങ്സ്, അത്യാവശ്യം ലൈറ്റിങ് വേണം, പിന്നെ നമ്മളിപ്പോൾ ഈ ടി വിൻ്റെ റൊട്ടേറ്റിംഗ് ടി വി വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഡിസൈൻ എലമെന്റ്സ് മൊത്തം മേപ്പിൾ ഇന്റീരിയേഴ്സ് വിഷ്ണുഭായിൻ്റെ ഐഡിയ മാത്രമാണ്. അപ്പോൾ റിവ്യൂ ബേസ് പറയുകയാണെങ്കിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. 100% അതായിരുന്നു. ബിരും തന്നെ പിന്നെ ക്യൂബിൻ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് മൊത്തം അങ്ങനെ ചെയ്തത്. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഭംഗിയാക്കി. കിച്ചൺ വർക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല എല്ലാ മോഡലെല്ലാം നല്ലതായിട്ട് നല്ല വെച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വേറൊരു കാര്യമുണ്ട്. പൂജാ റൂമിൽ ആ ഓം എന്ന് എഴുതിയത് അത് വിഷ്ണുവിൻ്റെ സ്വന്തം ഒരു ഇതാണ്, കണ്ടുപിടുത്താണ്. അത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. കിച്ചണും നല്ലതാണ്, ഇതും നല്ല രസമുണ്ട്, ഭയങ്കര സന്തോഷമായി അല്ലേ. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്റൂമിന്റെ ലൈറ്റിങ്, പിന്നെ എന്താ മേലത്തെ ബാൽക്കണിയിൽ ഒരു സ്വിങ് ഒക്കെ ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഇന്റീരിയർ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കോൺടാക്ട് us. ആൻഡ്
Signing off from Sananaz.